ഞാൻ നോക്കുമ്പോൾ പാമ്പ് എഴഞ്ഞ് ഇതിൻ്റെ ഇടയിലോട്ട് കയറി പോവുക. എന്നിട്ട് പിടിക്കാൻ ആരും വിളിച്ചില്ലേ? വിളിച്ചു. ദാസൻ, മകുടി ദാസൻ. മകുടി എന്തി? ഇപ്പൊ എല്ലാം ജെൻസി പാമ്പുകളാ. ഇത് ഊതിയാലേ അവരിറങ്ങി വരത്തുള്ളൂ. എവിടെയാണ് അതിഥി? ഇത്രയും വിഷമുള്ള സാധനത്തെയൊക്കെ അതിഥി എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനേക്കായി വിഷമുള്ളതിനെയൊക്കെ അമ്മാവ, ചിറ്റപ്പ, അമ്മാവീന്നൊക്കെ വിളിക്കുന്നല്ലോ. പിന്നെന്താ ഇതിനെ അതിഥി എന്ന് വിളിച്ചാ? അയ്യോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ധൈര്യമായിട്ട് വിളിക്കും. പിന്നെ ഈ കടിച്ച പാമ്പിനെ തിരിച്ചു വിളിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതൊരു വലിയ സോക്കേടാ. ഏതായാലും ഒരു തവണ കടിച്ചു തല്ലിയോ, പിന്നെയും അതിനെ വിളിച്ചോണ്ട് വന്ന് പിന്നെയും കടി കൊള്ളുന്നത് ചില്ലറ സോക്കേടാണോ? അത് ശരിയാണല്ലോടാ. അല്ല, അങ്ങനെ തിരിച്ചു വിളിക്കാറുണ്ടോ? മിസ് കോള് കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും, പാമ്പായാലും പാമ്പാട്ടി ആയാലും. ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു പാമ്പിന്റെ പടം കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം? ആ പടം തിയേറ്ററിൽ എത്ര വർക്കായില്ല, OTT വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ പാമ്പാട്ടിയുടെ മറ്റേ കൂടെ ഇല്ല, അത് കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മൾ പിടിക്കും, നമുക്ക് ചൂടോടെ ഇടാം. ഇതെന്തോ കാസറോള്? അയ്യോ, കൂടെ എടുക്കാൻ മറന്നുപോയി. ഇതാ കയ്യിൽ കിട്ടിയ, പെട്ടെന്ന് ഇത് എടുത്തുണ്ടെങ്കിൽ പോകുന്നു. ഇതായാലും കുഴപ്പമില്ല, ഇതാകുമ്പോൾ ചൂടോടെ പിടിച്ചിടാം പാമ്പിനെ. പാമ്പിനെ പിടിച്ചിടാം. അതുകൊണ്ട് ആ ഇടിയപ്പം മാറ്റി ഇടണേ, അല്ലെങ്കിൽ പാമ്പ് കയറി കുരുങ്ങും. എന്റെ പാമ്പാട്ടി, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അതെ അതെ, പക്ഷെ ഇത് എല്ലാവരും മനസ്സിലാക്കുന്നില്ല, അതാണ്. പിന്നെ ഇതിന്റെ വണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ആഞ്ഞിലിയുടെ അത്രയും വണ്ണം ഉണ്ട് ഇതിന്. 2 ദിവസം വർക്കൗട്ട് ചെയ്യാത്തതിന്റെ ഒരു പിന്നെ ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അപ്പത്തീരും. അതെ, ഏകദേശം. സാധാരണ പാമ്പുകളെ ഡീൽ ചെയ്യുന്ന പോലെ പാമ്പാട്ടി ഇതിനെ ഡീൽ ചെയ്യരുത്. അന്ധഭയം ഇറുക്കട്ടും. അയ്യേ, ഇത് ചേരയാടാ. ഈ പുല്ലാന്ന്, ഈ പുല്ലിനെ വാല പിടിച്ച് അങ്ങോട്ടാണ് എടുത്ത് എറി. ഈ പുല്ലിനെ പിടിക്കാനാണ് എന്നെ വിളിച്ചത്? ഇത്തിരി വെളുത്തുള്ളി അരച്ചിട്ടാ മതിയായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു ഈ നാശം പിടിച്ച സാമാനോ വരുന്നതെന്ന്. നിനക്കൊക്കെ എന്തോടാ എന്നെ പുച്ഛം ഇത്രേ? ഞാനും പാമ്പാടാ. മൂക്കന്റെ കൂട്ടെ 10 ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ ചേരയാ, ചേര സാർ. ഞാനേ മലന്ന് കിടന്നൊരു കീച്ചുണ്ടല്ലോ, മലയാളത്തിൽ മരുന്നില്ല, അറിയാവടാ നിനക്കൊക്കെ? തമിഴ്നാട്ടിൽ കിട്ടുമല്ലോ, അങ്ങനെ അവിടെ പറ്റുന്നോളാം. നിന്നൊക്കെ ഞാൻ കാണിച്ചു തരണ. നീ എന്തോ കമത്തോടിന് അത് കയറിയിരിക്കുമായിരിക്കും. അതെന്തോന്ന് കണ്ടോ? അല്ലെ ബൈക്കേ പോകുമ്പോൾ എടുത്ത് ക്രോസ് ചെയ്യാടുമായിരിക്കും. അത് കയ്യിൽ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. കാണാം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന് അതിന്റെ നടുക്കഷ്ണം തിന്നണമെന്നാ. അവിടെയും ചെന്ന് ചേരയുടെ ചെസ്റ്റ് പീസ് ചോദിക്കുന്ന ആളുകൾ കാണും. ആ ചേര സാറില്ലേ പറഞ്ഞ പോലെ പണി പറ്റിച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനൊരു പണി തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല. പോട്ടെ, സാരമില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാം, ഞങ്ങളുടെ പുതിയ കിണർ പോലെ ഇനി അതെന്തോനും ഉള്ളത്.